ഹലോ ഫ്രണ്ട്സ്, നമ്മൾക്ക് കേൾക്കാൻ വളരെ കൗതുകമുള്ളൊരു വാർത്തയാണ്. നമ്മളുടെ ലോക്സഭാ ഇലക്ഷൻ 2024 മെയ് മാസം അവസാനിച്ചപ്പം നമുക്കെല്ലാവർക്കും വളരെ ക്യൂരിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി തരുന്നൊരു കാര്യമാണ്. ഓരോ പാർട്ടിയും അവരുടെ ഇലക്ഷന് വേണ്ടി ചിലവഴിച്ച, പ്രത്യേകിച്ച് നമ്മുടെ മേജറായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ്, BJP അല്ലെങ്കിൽ കോൺഗ്രസ്, മറ്റ് പ്രധാനപ്പെട്ട നാഷണൽ പാർട്ടീസ് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്, കേരളത്തിൽ CPM, ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ഇലക്ഷന് വേണ്ടി എത്രത്തോളം പണം ചിലവഴിച്ചു എന്നുള്ളത് അറിയാനുള്ള അവകാശം നമ്മൾ പൗരന്മാർക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. അത് സെയിം ടൈം നമ്മൾക്ക് അത് അറിയുന്നത് വളരെ കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത് BJPയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടി, അല്ലെങ്കിൽ BJP അവരുടെ 24 ജനറൽ ഇലക്ഷൻ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി 1737 കോടി രൂപ തിരഞ്ഞെടുപ്പ് ചിലവിനായി വിനിയോഗിച്ചു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്തെ വരുമാനം 5555 കോടി എന്നും പറയുന്നുണ്ട്. ഈ ഫിഗർ മറ്റൊരിടത്ത് വേറൊരു തുകയാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇലക്ഷൻ കമ്മീഷന് അവർ കൊടുത്ത റിപ്പോർട്ടിൽ ആണ് ഈ പറഞ്ഞ എമൗണ്ടുകൾ നമുക്ക് കിട്ടുന്നതാണ്. എക്സ്പെൻഡിച്ചർ റിപ്പോർട്ടാണ്. ഇലക്ഷൻ കമ്മീഷന്റെ പക്കൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടാണ് ഇത് പറയുന്നത്. BJP സ്പെൻഡ് 1737.7 കോടി 2024 ജനറൽ ഇലക്ഷന് വേണ്ടി. അപ്പം ഇത് നമുക്ക് ഒഫീഷ്യലായിട്ടുള്ള റിപ്പോർട്ട് ആണിത്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം ഇത് എത്രത്തോളം കൃത്യമാണ് എന്നുള്ളത്. ഏത് പാർട്ടിയുടെ ആയാലും ശരി, ഇല്ലേ? ഇനിയും മറ്റ് ചില ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ചില ഇൻഡിപെൻഡൻ്റ് റിപ്പോർട്ട്സുകൾ വരാനുണ്ട്. അത് നമുക്ക് വരുമ്പോൾ ഏകദേശം കുറെ കൂടി വ്യക്തമായിട്ടുള്ളൊരു ഉദാഹരണം നമുക്ക് ലഭിക്കും. മുഴുവൻ ഇന്ത്യൻ ഇലക്ഷന് വേണ്ടി ചിലവായത് എത്രയാണെന്നും അതിനകത്തിൽ എത്രത്തോളം ലീഗലായിട്ടുള്ള ഫണ്ടുണ്ട്, ഇല്ലീഗലായിട്ടുള്ള ഫണ്ടുണ്ടെന്നും ഒക്കെ ഉള്ളത് ഇനി ആ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ പഠനങ്ങൾ വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, എന്നാലും തൽക്കാലം നമുക്കൊരു റെഫറൻസിന് വേണ്ടി നമുക്ക് എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ളൊരു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. തീർച്ചയായിട്ടും അവർക്ക് പാർട്ടികൾ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പറഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് BJP അവരുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്കായിട്ട് 1737 കോടി രൂപ ചെലവഴിച്ചു എന്നുള്ളത്. അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ ചെലവഴിച്ചിട്ട് അത് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. അപ്പം അതിനകത്തിൽ 1492 രൂപ, 1492.4 കോടി രൂപ ജനറൽ പാർട്ടി പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി. ആ പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ കൂടെയാണല്ലോ അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, പ്രിന്റ് മീഡിയ ഉപയോഗിക്കുന്നുണ്ട്, അത് പത്രമാധ്യമങ്ങൾ, ഇലക്ട്രോണിക് മീഡിയ, കേബിൾ TV, ടെലിവിഷൻ, പിന്നെ SMS, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ടൂളുകൾ അല്ലെങ്കിൽ ചാനൽസ് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പാർട്ടി പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി. അപ്പം ഇത് ചെലവഴിച്ചത് ബോത്ത് ബൈ ദ പാർട്ടി സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സ്, പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നേതൃത്വങ്ങളും, ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ലോക്കൽ ലെവൽ യൂണിറ്റ്സ്, ഇതെല്ലാം കൂടെ ഒരുമിച്ചുള്ള അവരുടെ കോമ്പൈൻഡ് ആയിട്ടുള്ള തുകയാണ് 1492.4 എന്ന് പറയുന്നത്. മൊത്തം 1737.7 കോടി രൂപ ചിലവായി. അതിലെ പാർട്ടി പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി മാത്രം 1492.4 കോടി രൂപ ചിലവായെന്നാണ് പറയുന്നത്. പിന്നെ 245.3 കോടി രൂപ സ്ഥാനാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻസ്, അതും വ്യത്യസ്തമായിട്ടുള്ള പല യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ 2024 ഏപ്രിൽ മെയ് മാസത്തെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് അനുസരിച്ച്, അതായത് ഈ ഇലക്ഷൻ കമ്മീഷൻ എല്ലാവരും സമർപ്പിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ BJP സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അവരുടെ റിപ്പോർട്ടാണെന്ന് തോന്നുന്നു ആദ്യമായി പുറത്തു വരുന്നെന്ന് തോന്നുന്നു. BJPയുടെ സെൻട്രൽ ഹെഡ് ക്വാർട്ടർ യൂണിറ്റ് 884.5 കോടി രൂപ ജനറൽ പാർട്ടി പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. മൊത്തം 1492 രൂപ. അത് 1492.4 കോടി രൂപ. അതിനകത്തിൽ 884.5 കോടി രൂപ പാർട്ടിയുടെ ദേശീയ നേതൃത്വം, കേന്ദ്ര നേതൃത്വം ചെലവഴിച്ചെന്നാണ് പറയുന്നത്. അപ്പം അത് ജനറൽ പാർട്ടി പ്രൊപ്പഗണ്ട എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീഡിയ അഡ്വർടൈസ്മെന്റ്സ്, അത് പ്രിന്റ്, ഇലക്ട്രോണിക് മീഡിയ. പ്രിന്റ് എന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങൾ,
ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുമ്പോൾ ടി വി, ബൾക്ക് SMS, കേബിൾ, വെബ്സൈറ്റുകൾ, TV ചാനൽസ്, ഇതൊക്കെയാണ് ഈ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ചാനൽസ് എന്ന് പറയുന്നത്. അപ്പം സെൻട്രൽ യൂണിറ്റിന് 611.5 കോടി രൂപ, 128.9 കോടി രൂപ പിന്നെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് പറഞ്ഞാൽ പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ ഇപ്പോൾ സുരേഷ് ഗോപി പോലുള്ള ഒരു വ്യക്തി, മോഡി സ്റ്റാർ ക്യാമ്പയിനറാണ്, അമിത്ഷാ സ്റ്റാർ ക്യാമ്പയിനറാണ്. അപ്പൊ അങ്ങനെ വരുന്ന കാൻഡിഡേറ്റ്സിന് വേണ്ടി 168.9 കോടി രൂപ അവരുടെ ട്രാവൽ എക്സ്പെൻസിന് വേണ്ടി ചെലവായെന്നാണ് പറയുന്നത്. മറ്റുള്ളവരുടെ ട്രാവൽ എക്സ്പെൻസിന് വേണ്ടി, എന്നുവെച്ചാൽ മറ്റുള്ള കാൻഡിഡേറ്റ്സിന്റെ ഇന്ത്യയിലെ മൊത്തമാണ് 2.53 കോടി രൂപ. ഇതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഫിഗർ അല്ല എന്നാൽ തന്നെയും ഇലക്ഷൻ കമ്മീഷന്റെ ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടായിരുന്നു, നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്ത് പറ്റില്ല നമുക്ക്. പിന്നെ 55.7 കോടി രൂപ പബ്ലിസിറ്റി മെറ്റീരിയൽസിന് വേണ്ടി, അതായത് പോസ്റ്റർ ഒട്ടിക്കുന്നതിന്, ബാനർ ഒട്ടിക്കുന്നതിന്, ഹോർഡിങ്സ്, ആർച്ചസ്, ഗേറ്റ്സ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ ഇലക്ഷൻ്റെ ക്യാമ്പയിനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിനു വേണ്ടി 55.7 കോടി രൂപ, ഇത് ഇന്ത്യയിലെ മൊത്തം ചിലവുകളാണ് പറയുന്നത്, മനസ്സിലായില്ലേ. അതുപോലെ തന്നെ പബ്ലിക് മീറ്റിങ്ങിന് വേണ്ടി, പ്രൊസഷൻസിന്, റാലീസിനൊക്കെ വേണ്ടി 19.8 കോടി രൂപ ചിലവായി എന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പാർട്ടിയുടെ ജനറൽ പാർട്ടി പൊതുവെയുള്ള പാർട്ടി പ്രൊപ്പഗണ്ട ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 245.3 കോടി രൂപ പാർട്ടിയുടെ സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സ്, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഇലക്ഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റുകളുടെ വ്യത്യസ്തമായിട്ടുള്ള യൂണിറ്റുകൾ ഒക്കെ ചിലവായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 29.6 കോടി രൂപ പബ്ലിക് മീറ്റിംഗ്സിനും പ്രൊസഷൻസിനും കാൻഡിഡേറ്റ്സിൻ്റെ, 7.37 കോടി രൂപ പബ്ലിസിറ്റി മെറ്റീരിയൽസിന്, പോസ്റ്റർ, ബാനർ, 58 ലക്ഷം രൂപ മീഡിയ പേയ്മെൻറ്റ്സ്, 3 കോടിക്ക് മേളിൽ മറ്റ് എക്സ്പെൻസുകളുമായിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതൊന്നും നമുക്ക് കൃത്യമല്ല, എന്നാലും ഒരു ഏകദേശം അറിവിന് വേണ്ടി നമുക്ക് ഇത് കണക്കിലെടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 1.1 കോടി രൂപ കാൻഡിഡേറ്റ്സിൻ്റെ വിർച്വൽ മീഡിയ ഓൺലൈനായിട്ടുള്ള ഡിജിറ്റൽ മീഡിയ ക്യാമ്പയിൻസിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. പിന്നെ ഗ്രോസ് റെസീറ്റ്സ്, അവർക്ക് കിട്ടിയ വരുമാനം ഈ BJPയുടെ സെൻട്രൽ ഹെഡ് ക്വാർട്ടേഴ്സും അതുപോലെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ലോക്കൽ യൂണിറ്റ്സ്, ഈ പറഞ്ഞ എലക്ഷൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്ത് അന്ന് മുതൽ എലക്ഷൻ കഴിഞ്ഞ അന്ന് വരെയുള്ള ആ ഒരു കാലയളവിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഗ്രോസ് റെസീറ്റ്സ് അല്ലെങ്കിൽ ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ 6,268 കോടി രൂപ എന്നാണ് പറയുന്നത്. 6,268 കോടി രൂപ. പക്ഷേ ഈ റിപ്പോർട്ടിൽ, ഈ മലയാളത്തിൽ റിപ്പോർട്ടിൽ പറയുന്നത് 5,555 കോടി രൂപയുടെ വരുമാനം ഉണ്ടായതായിട്ടാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് നോക്കാം. കൂടുതൽ തുക പരസ്യങ്ങൾക്കെന്നാണ് പറയുന്നത്. 884.45 കോടി രൂപ പൊതുപാർട്ടി പ്രചരണത്തിനും, പരസ്യങ്ങൾക്ക് മാത്രം 611.5 കോടി രൂപ ചെലവഴിച്ചു. അപ്പോൾ ഇത് വ്യത്യസ്തമായിട്ടുള്ള സെക്ഷനുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയൊക്കെയുള്ള ചെലവുകളാണ് ഇവിടെ പറയുന്നത്. സ്റ്റാർ ക്യാമ്പയിനർമാർക്ക് 128 കോടി രൂപ നമ്മൾ പറഞ്ഞാണ്. പാർട്ടി കേന്ദ്ര നേതൃത്വം അംഗീകരിച്ച സ്റ്റാർ ക്യാമ്പയിനർമാരാണ്. സ്റ്റാർ ക്യാമ്പയിനേഴ്സ് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഇപ്പം മോഡി അല്ലെങ്കിൽ സുരേഷ് ഗോപി കേരളത്തിൽ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള ചില സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ഉണ്ടല്ലോ. ഇപ്പം രാജീവ് ചന്ദ്രശേഖർ ചിലപ്പം സ്റ്റാർ ക്യാമ്പയിനറായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെയുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സ്, പാർട്ടി നേതൃത്വം അംഗീകരിച്ചിട്ടുള്ള സ്റ്റാർ ക്യാമ്പയിനേഴ്സിന് വേണ്ടി അവരുടെ യാത്രയ്ക്കായിട്ട് 128.92 കോടി രൂപയും മറ്റു പാർട്ടി നേതാക്കളുടെ യാത്രകൾക്കായി 2.53 കോടി രൂപയും ചിലവിട്ടെന്നുള്ളതാണ്. വ്യക്തമായിട്ടുള്ള ചിലവുകളിൽ ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിമാർ, പാർട്ടി ദേശീയ നേതാക്കൾ, സെലിബ്രിറ്റികൾ. പാർട്ടി ദേശീയ നേതാക്കൾ എന്ന് പറയുമ്പോൾ മോഡി, അമിത്ഷാ, രാജ്നാഥ് സിംഗ് ഇതുപോലുള്ള ദേശീയ നേതാക്കളുടെ ചിലവുകളാണ് ഏറെയും അതിനകത്ത് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ചിലവുകളും പാർട്ടി നേതൃത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. അത് മാൻഡേറ്ററിയാണ്. ഇപ്പം BJPയുടെ മാത്രം ആണ് നമുക്കിപ്പോൾ റിപ്പോർട്ടിൽ പുറത്തു വന്നിരിക്കുന്നത്. മറ്റു പാർട്ടികളുടെ ഒന്നും ഒരുപക്ഷെ അവർ സമർപ്പിച്ചിട്ടുണ്ടാകത്തില്ല, അല്ലെങ്കിൽ സമർപ്പിച്ചെങ്കിൽ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നമ്മൾക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ന്യൂസാണ്, കാരണം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊരു പാർട്ടിയുടെ മാത്രം വിഷയമല്ല, ഇത് നമ്മളെ ഇന്ത്യൻ
സിറ്റിസൺസിൻ്റെ റൈറ്റ് നോ അല്ലെ അറിയാനുള്ള അവകാശം എന്നുള്ളൊരു നിലയിൽ നമുക്ക് അവർ എത്രത്തോളം രൂപ ക്യാമ്പയിന് വേണ്ടി ചിലവാക്കി, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി ചിലവാക്കി, അല്ലെങ്കിൽ അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഇലക്ഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചിലവാക്കി എന്നുള്ളതിനെക്കുറിച്ച് ഒരു സാമാന്യ ബോധം നമുക്കുണ്ടാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പം ഇലക്ഷൻ കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയതുകൊണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പാർട്ടികളിൽ നിന്നും ഈ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതും ഈ ശേഖരിച്ച വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളതും. ഇത് ഇലക്ഷൻ കമ്മീഷനാണ് പുറത്തുവിടുന്നത്. ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്നു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ റിപ്പോർട്ടുകൾ കോട്ട് ചെയ്തിട്ടാണ് ഈ പത്രമാധ്യമങ്ങൾ ഇത് നമ്മളുടെ മുമ്പിൽ എത്തിക്കുന്നത് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ടൊരു നമ്മുടെ 2024 ലോക്സഭ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത്. അപ്പം മറ്റു പാർട്ടികളുടെ പ്രധാനപ്പെട്ട കോൺഗ്രസ് എന്ന് പറയുന്ന മറ്റ് ദേശീയ പാർട്ടിയുടെ ഇതുപോലുള്ള എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. തൽക്കാലം ഇതൊരു ബ്രീഫായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇത് ഇവിടെ പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. ഹാവ് എ നൈസ് ഡേ.